ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വൈകിട്ട് മാഹി വിളിക്കാൻ വരുമെന്ന് കരുതിയെങ്കിലും മാഹി വരാത്തത് കൊണ്ട് അവൾ ബസ്സിലായിരുന്നു വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തി കുളിച്ച് കാവില് വിളക്ക് വെച്ച് എന്തുവിനും സീതക്കൊപ്പം സംസാരിച്ച് അലക്കിയ തുണികൾ മടക്കി വെക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം അവരുടെ ഒപ്പം ഇരുന്ന് ആര് റൂമിലേക്ക് പോയി. സ്വീകരണ മുറിയിലെ സെറ്റിയിൽ ഫയലുകൾ നോക്കിയിരിക്കുകയായിരുന്നു സൂര്യൻ. അപ്പോഴാണ് മാഹി ഉള്ളിലേക്ക് കയറി വന്നത്. എന്ന് രണ്ട് കാലിലാണല്ലോ, അപ്പൊ അവൻ കുടിച്ചില്ലേ? എൻ്റെ മോ ഇത്ര പെട്ടെന്ന് നന്നായോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. സമയം 9 ആയപ്പോഴേക്കും മാഹി വന്നത് കണ്ട് സൂര്യ അത്ഭുതത്തോടെ അവനെ നോക്കി. തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ ഉറച്ച കാലടിയോടും മൂളിപ്പാട്ടും പാടി മുകളിലേക്ക് പോകുന്ന മാഹിയെ കണ്ട് സൂര്യ അതിശയത്തിൽ സ്വയം പറഞ്ഞ് മാഹിയെ തന്നെ നോക്കിയിരുന്നു. ആരു വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് മാഹി അവളുടെ മുന്നിലേക്ക് വന്നു നിന്നത്. മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാണ് ചെകുത്താനെ. പെട്ടെന്ന് മാഹിയെ മുന്നിൽ കണ്ടതും പിന്നിലേക്ക് വേച്ചു പോയ ആരും മാഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും മാഹി അവളെ നോക്കി ചിരിച്ചു. കുടിച്ചിട്ട് വീടിനുള്ളിൽ കയറുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മാഹിയുടെ ചിരി കണ്ട് പന്തികേട് തോന്നി ആരും മാഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. ആരുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാഹി പറഞ്ഞു. എനിക്ക് വിശ്വാസമല്ല നിങ്ങളെ. അത് പറഞ്ഞ് ആരും മാഹിയുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ച് സ്മെല്ല് ചെയ്ത് നോക്കിയെങ്കിലും മദ്യത്തിന്റെ സ്മെല്ല് കിട്ടാതെ വന്നതും ആരുവിനെ നെറ്റിച്ചു വിളിഞ്ഞു. സത്യാരിശി, ഞാൻ കുടിച്ചില്ല, കൂടി നിർത്തുകയും ചെയ്തു. അത് പറഞ്ഞ് മാഹി ആരുവിന്റെ മുഖത്തേക്ക് ഊതിയതും മാഹി കുടിച്ചിട്ടില്ലെന്ന് ഉറപ്പായതും ആരു പതർച്ചയോടെ മാഹിയെ നോക്കി. കാരണം അവന് പെട്ടെന്ന് വെള്ളമണി നിർത്താൻ പറ്റില്ലെന്നാണ് അവൾ വിചാരിച്ചത്. ആ ധൈര്യത്തിലാണ് ചാടി കയറി മാഹി പറഞ്ഞതിന് സമ്മതം മൂളിയതും. എനിക്ക് വിശ്വാസമല്ല. നിനക്ക് വിശ്വസിക്കാം. നീ എന്ന ലഹരിയേക്കാളും വലുതല്ലടി എനിക്ക് മറ്റൊരു ലഹരിയും. ആരുവിന്റെ ഇടുപ്പിൽ പിടിച്ച് അവളെ തന്നോട് അടുപ്പിച്ച് മറുകൈ കൊണ്ട് ആരുവിന്റെ കവളിൽ തലോടി അവളുടെ കീച്ചുകൊണ്ട് വിരൽ കൊണ്ട് ഞൊരടി വിട്ടുകൊണ്ട് മാഹി പറഞ്ഞതും പണി പാളിയെന്ന് മനസ്സിലായ ആരു പതർച്ചയോടെ മാഹിയെ നോക്കി. മാഹിയുടെ കൈകളുടെ കുറുമ്പ് കൂടാൻ തുടങ്ങിയതും ആരുവിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്ത നിറഞ്ഞു. മാഹിയേട്ടാ. മാഹിയുടെ കൈകളെ തടഞ്ഞ് പതറിക്കൊണ്ട് ആര് വിളിച്ചു. എന്താ? ആര് തന്റെ കൈകളെ തടഞ്ഞത് ഇഷ്ടപ്പെടാതെ മാഹി കെറുവോടെ ചോദിച്ചു. ആരുമോളെ. എന്തുവിന്റെ വിളി കേട്ടതും ആരുവിനെ ചുറ്റിപ്പിടിച്ച മഹിയുടെ കൈകൾ അയഞ്ഞതും ആര് വേഗം പെടഞ്ഞുകൊണ്ട് മഹിന്ന് മാറി നിന്നു. ആരുമോളെ. താഴേന്ന് വീണ്ടും ഇന്ദുവിന്റെ ശബ്ദം തേടിയെത്തിയതും ആര് വേഗം സ്റ്റെയറിന്റെ അടുത്തേക്ക് നടന്നു. എന്താ അമ്മേ? ആര് താഴെ സ്റ്റെയറിന്റെ അടുത്തായി നിൽക്കുന്ന ഇന്ദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മാഹിക്കുട്ടിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വാ. ഇപ്പൊ വരാമേ. ഇന്ദുവിനോട് പറഞ്ഞ് ആര് തിരിഞ്ഞു മാഹിയെ നോക്കി. മാഹിയേട്ടാ, വേഗം ഫ്രഷായിട്ട് വാ, ഭക്ഷണം കഴിക്കാം. പാതിയെ ഫ്രഷായാലും മതി. ആരുവിനെ നോക്കി കണ്ണിറക്കി കാണിച്ച് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മാഹി താഴേക്ക് പോയി. ഈശ്വര, ഈ ചെകുത്താൻ ഇന്ന് രണ്ടും കൽപ്പിച്ചാണല്ലോ. തൻ്റെ കയ്യും പിടിച്ച് താഴേക്ക് ഇറങ്ങുന്ന മാഹിയെ നോക്കി ആരും ദയനീയതയോട് മനസ്സിൽ പറഞ്ഞ് മാഹിയുടെ കൂടെ താഴേക്ക് നടന്നു. ആരെയും നോക്കാതെ മാഹി സൂര്യ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ചെയറിലിരുന്നു. ആരുവിനെ തൻ്റെ അടുത്തുള്ള ചെയറിലിരുത്തി മാഹി തന്നെ അവർക്ക് ഇരുവർക്കും കഴിക്കാനുള്ളത് വിളമ്പി. നോക്കിയിരിക്കാൻ കഴിക്ക്. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആരവനെ നോക്കി മഹി പറഞ്ഞതും ആരവനം നോക്കി കഴിക്കാൻ തുടങ്ങി. ചോറ് കറി കൂട്ടി കുഴച്ച് ആരും ആതിരുള്ളയാക്കിയതും മഹിയത് വാങ്ങി കഴിച്ചിരുന്നു. ആ കാഴ്ച പതിവായതുകൊണ്ട് ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധയിരുന്നതും അനഘ മാത്രം ആ കാഴ്ച ഇഷ്ടപ്പെടാതെ മുഖം കറുപ്പിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി മഹി മുകളിലേക്ക് പോയതും ആര് സീതക്കും ഇന്ദുവിനൊപ്പം അടുക്കള ഒതുക്കാൻ കൂടി. അടുക്കളയ്ക്ക് ഒതുക്കി ആര് റൂമിലേക്ക് വന്നപ്പോഴേ കാണുന്നത് ഫ്രഷായി വന്നൊരു മുണ്ട് മാത്രം ഉടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മൂളിപ്പാട്ട് പാടിക്കൊണ്ട് മുടി ചീകുന്ന മഹിയെയാണ്. മഹിയെ കണ്ട് ആര് ഡോറടച്ച് ലോക്ക് ചെയ്ത് ഉള്ളിലേക്ക് നടന്നു. ആര് വന്നത് കണ്ടതും മാഹി ടേബിളിലിരുന്ന ബോഡി സ്പ്രേ എടുത്ത് അടിച്ച് ആരുവിനെ നോക്കി മീശ മുറുക്കി ഒരു കള്ളച്ചിരി ചിരിച്ച് അവൾക്കരികിലേക്ക് ചൂടുവെച്ചു. എന്താ ഉദ്ദേശം? തൻ്റെ അരികിലേക്ക് വന്ന മഹിയെ നോക്കി പുരികം പൊക്കി മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു. തീർത്തും ദുരുദ്ദേശം തന്നെയാണ്. ആരുവിന്റെ കാതിലെ കുഞ്ഞു ചിമ്മിക്ക് പെരുവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും തട്ടിവിട്ടുകൊണ്ടും മാഹി പറഞ്ഞു. എന്നാലേ ഇന്നൊരു ഉദ്ദേശം നടക്കില്ല. മാഹിയുടെ കവിളിൽ പിടിച്ച് വലിച്ച് ആരും അതും പറഞ്ഞ് ബെഡിൽ പോയി കിടന്നു. ആരിശി, ഏത് ചീറ്റിങ്ങാ? നീ എനിക്ക് വാക്ക് തന്നതല്ലേ?
ആര് പറഞ്ഞത് കേട്ട് മാഹി കെറുപോടെ പറഞ്ഞു. ആണോ? അവിടെ നിന്ന് കുണുങ്ങാതെ എൻ്റെ മുന്നിൽ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ആര് ബെഡിൽ നിന്ന് തൻ്റെ അടുത്തുള്ള സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം ആരുഷി. കളിപ്പാട്ടം കിട്ടാത്ത കുട്ടിയെ പോലെ വാശി പിടിച്ചുകൊണ്ട് മാഹി പറഞ്ഞു. വാക്ക് ഞാൻ പിന്നെ പാലിച്ചോളാം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അതുമല്ല, നാളെ സ്കൂളിൽ പോകേണ്ടതാ. ഈ കാര്യത്തിൽ കാണിക്കാൻ ആത്മാർത്ഥത മറ്റു പലതിലും കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ നന്നായിരുന്നു. കണ്ണടച്ച് കിടന്നുകൊണ്ട് ആര് പറഞ്ഞു. അവൾ പറഞ്ഞത് കിടന്നു കൂടിയായതും മാഹിയുടെ മുഖം കുട്ടിക്കലം പോലെ വീർത്തു. എന്നെ ആരും ആത്മാർത്ഥത എന്നും പഠിപ്പിക്കാൻ വരണ്ട. ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന ആരിവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് മാഹി ചവിട്ടുള്ളി ബെഡിന്റെ മറു സൈഡിൽ കയറി കിടന്നു. മാഹിയെ ചേർത്ത് പിടിച്ച് കിടക്കാത്തത് കൊണ്ട് തന്നെ ആരിവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. ആര് തിരിഞ്ഞ് തന്നോട് പിണങ്ങി കിടക്കുന്ന മഹിയെ നോക്കി. പിന്നെ ചിരിയോടെ മഹിക്കടുത്തേക്ക് കിടന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. മഹിയേട്ടാ. മഹിയുടെ ചെവിയിൽ മുത്തിക്കൊണ്ട് ആര് വിളിച്ചതും മഹി ദേഷ്യത്തിൽ ആരിവിന്റെ കൈകൾ തട്ടി മാറ്റി. എന്തിനാ മഹിയേട്ട ഇപ്പൊ എന്നോട് ഈ പിണക്കം? കുസൃതിയോടൊന്നും അറിയാത്ത ഭാവത്തിൽ ആരു മഹിയുടെ വീർപ്പിച്ചു വെച്ച കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. ഓടി, വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ പറ്റാത്തവരൊന്നും എന്നോട് മിണ്ടാൻ വരണ്ട. എന്നാലും പാഴ്വാക്ക് തന്ന മനുഷ്യനെ കൊതിപ്പിക്കേണ്ടിരുന്നില്ല. നിരാശയും വിഷമവും ദേഷ്യവും കൂടി കലർത്തി മഹി പറഞ്ഞത് കേട്ട് ആര് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മഹി ഇറുകപ്പെടുന്നു. എൻ്റെ മഹിയേട്ടാ, നിങ്ങൾ എത്രയേ ഉള്ളൂ? ഞാൻ ചുമ്മാ നിങ്ങളുടെ പിണക്കം കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. എൻ്റെ മാഹിക്കുട്ടിൻ്റെ കൊതി മാറ്റാൻ എനിക്ക് സമ്മതാ. മഹിയുടെ വീർത്ത കവളിൽ പല്ലുകളായെത്തിക്കൊണ്ട് ആര് പറഞ്ഞതും മഹിയുടെ മുഖം പിടർന്നു. ഞൊടിയുടെ നേരം കൊണ്ട് തന്നെ മഹി തിരിഞ്ഞു കിടന്ന് ആരും ബെഡിലേക്ക് എടുത്ത് അവളുടെ ദേഹത്തേക്ക് അമർന്നതും ആര് പിടപ്പോടെ മഹിയെ നോക്കി. എടി കളി, നീ എന്നെ ചുമ്മാ കളിപ്പിക്കായിരുന്നല്ലേ? ആരുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മഹി ചോദിച്ചതും ആരും മഹിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ കൂടുതൽ തൻ്റെ ദേഹത്തേക്ക് വലിച്ചെടുപ്പിച്ചു. തന്നെ മെഴിവിട്ടാതെ നോക്കിക്കിടക്കുന്ന മഹിയുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് മുഖത്തെല്ലാം ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു. ആരും അപ്പാടെ മഹിയുടെ അധരങ്ങൾ വായിലാക്കി നുണയാൻ തുടങ്ങിയതും ആരുവിന്റെ പ്രവൃത്തിയിൽ മഹിയുടെ മിഴികൾ താനെ അടഞ്ഞു. മഹിയുടെ ഇരു അധരങ്ങളും ആരും മാറിമാറും നുണഞ്ഞു. ഒടുക്കം മഹിയുടെ കീച്ചുണ്ടിൽ പല്ലുകളായെത്തി ആര് പിൻവാങ്ങിയതും മഹി ആരുവിനെ കൂടുതൽ ബെഡിലേക്ക് അമർത്തി അവളുടെ അധരങ്ങൾ കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയതും ആരൊന്ന് കുറുകി മഹിയെ ചേർത്ത് പിടിച്ചു. ആരുവിന്റെ അധരങ്ങൾ കടിച്ചു കളിച്ചു നുണയുന്നതിനോടൊപ്പം അവളുടെ ശരീരത്തിൽ ഉയർച്ച താഴ്ചകളായതുകൊണ്ട് മഹിയുടെ കൈകൾ ആരുവിന്റെ ശരീരത്തിൽ മുറുകിയും മയഞ്ഞും തലോടിയും ആരുവിന്റെ ദേഹത്തൊട്ടാകെ കുറുമ്പ് കാണിച്ചു ഓടി നടന്നു. മഹി ചുംബനത്തോടൊപ്പം തന്റെ ജീവൻ കൂടി ഊറ്റിയെടുക്കും പോലെ തോന്നിയതും ആര് തന്റെ പ്രതിഷേധം അറിയിച്ചെന്ന പോലെ ആര് മഹിയുടെ നെഞ്ചിലും കഴുത്തിലും നഖങ്ങൾ ആഴ്ത്തിയതും മഹി മനസ്സില്ലാ മനസ്സോട് ആരുവിന്റെ അധരങ്ങൾ മോചിപ്പിച്ച് ആരുവിന്റെ കഴുത്തിലേക്ക് മുഖം പോറ്റി. അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലചെരമ്പിൽ അവൻ പല്ലുകളായിത്തി. വേണ്ട. ആര് ചെറു സിൽക്കാരത്തോടെ പിടഞ്ഞ് മഹിയെ അള്ളിപ്പിടിച്ചതും മഹി ആവേശത്തോടെ ആരുവിന്റെ കഴുത്തിലെല്ലാം ചുണ്ടുകൾ ചേർത്ത് കടിച്ചെടുത്തായി മഹി പതിയെ നാവ് കൊണ്ട് തലോടി നോവിന് മരുന്നേകി. മഹിയുടെ അധരങ്ങൾ ആരുവിന്റെ കഴുത്തിലെല്ലാം ചുംബനം നിറച്ച് താഴേക്കിറങ്ങി. ഒപ്പം ചുണ്ടുകൾക്ക് തടസ്സമായി എത്തിയ ഉടിയാടുകൾ മഹി ഈർഷ്യയോടെ അവളിൽ നിന്നും മടത്തി മാറ്റി. സമയം കടന്നു പോകുന്തോറും വരുവരിലും രതിഭാവം കൂടുതൽ മുറുകി തുടങ്ങിയതും ചെറുനോവ് നൽകിക്കൊണ്ട് മഹി ആരുവിലേക്ക് പടർന്നു കയറി. ആദ്യത്തെ നോവ് മാറിയതും ആരുവിലും ആവേശം നിറഞ്ഞു. നിയന്ത്രിക്കാനൊക്കാതെ അവളിൽ നിന്നും സിൽക്കാരങ്ങളും കുരുകളും ഉയർന്നു. മതിവരാത്തതുപോലെ മഹി വീണ്ടും വീണ്ടും ആരുവിലേക്ക് പടർന്നു കയറിക്കൊണ്ടേയിരുന്നു. ഒടുക്കം അവൾ പൂർണ്ണമായും തളർന്നെന്ന് തോന്നിയതും മഹി മനസ്സില്ലാ മനസ്സോട് ആരുവിൽ നിന്നും അടന്നു മാറി. സോറി. വാടി തളർന്നു കിടക്കുന്ന ആരുവിന്റെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് മാഹി പറഞ്ഞതും ആരു ബെഡിൽ കിടന്ന പുതപ്പെടുത്ത് സ്വയം മറച്ച് മഹിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും മഹി ആരുവിന്റെ ദേഹത്ത് നിന്ന് പുതപ്പ് മാറ്റി മഹി കള്ളച്ചിരിയോട് ആരുവിന്റെ നഗ്നമായ മാറിലേക്ക് മുഖം പൊഴുത്തി കിടന്നതും തളർച്ചയിലും ആരുവിന്റെ കൈകൾ മഹിയെ ചേർത്ത് പിടിച്ച് അവന്റെ തലയിൽ തലോടി കണ്ണുകൾ അടച്ചു. സ്കൂളിൽ നിന്നും ഉച്ചക്കിറങ്ങി ഹോസ്റ്റലിൽ നിൽക്കുന്ന അനിയനെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് കാർത്തിക. ഒത്തിരി ദൂരമുള്ളത് കൊണ്ട് തിരിച്ചെത്തിയപ്പോൾ ഇരുട്ടായിരുന്നു. ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി വേഗത്തിൽ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അവളുടെ മുന്നിൽ വേഗത്തിലൊരു പോലീസ് ജീപ്പ് വന്നു നിന്നത്. പെട്ടെന്നായതുകൊണ്ട് കാർത്തൊന്ന് പേടിച്ചു പോയി. അപ്പോഴേക്കും കോടതി സീറ്റിൽ നിന്നും ആയുഷ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് മുങ്ങി നടക്കണോ താൻ? പരിങ്ങി നിൽക്കുന്ന കാർത്തികയെ ഒന്ന് നോക്കി സംശയത്തിൽ അടിമുടി നോക്കിക്കൊണ്ട് ആയുഷ് ചോദിച്ചു.
അയ്യോ അല്ല സർ, കാർത്തിക പേടിയോടെ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. പരാതിയിൽ പറഞ്ഞേക്ക് സത്യാണോ? സത്യാണ് സർ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇല്ലേ മരണമില്ലാതെ മറ്റൊരു വഴി എൻ്റെ മുന്നിലില്ല. അത് പറയുമ്പോൾ സങ്കടം കാരണം കാർത്തവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയ്യേ, ഇത്ര ചെറിയ കാര്യത്തിനൊക്കെയാണ് താൻ കരയുന്നത്? തന്നെ കല്യാണം കഴിക്കുന്ന ചെക്കൻ്റെ വിധി. തന്നെ കളിയാക്കി പൂജിച്ചുകൊണ്ട് ആയിഷ് പറഞ്ഞത് കേട്ട് കാർത്തവന്റെ ഭാവം മാറി. അതിന് സാറിനോട് എന്നെ കെട്ടാൻ പറഞ്ഞില്ലല്ലോ, ഈ കല്യാണ നാടകത്തിൽ നിന്നും രക്ഷിക്കാനല്ലേ പറഞ്ഞത്? പതിഞ്ഞ സ്വരത്തിലാണ് കാർത്തു പറഞ്ഞതെങ്കിലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടക്കേട് ആയിഷിന് മനസ്സിലായിരുന്നു. ഒരു പോലീസുകാരനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആയിഷ ശബ്ദം കടുപ്പിച്ച് കാർത്തിനോട് പറഞ്ഞു. സോറി സർ. അല്ല, ഈ നേരത്ത് താൻ എവിടുന്ന് വരുവാ? അനിയും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്, അവൻ്റെ അടുത്ത് വരെ പോയി വരിക. ഓക്കെ. അല്ല, തൻ്റെ ഫ്രണ്ടില്ലേ ആരുഷി, അവൾക്ക് സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. സാറെന്തിനാ അവളുടെ കാര്യം അന്വേഷിക്കുന്നത്? ആരുഷിയുടെ കാര്യം ആകാംക്ഷയോടെ തിരക്കുന്ന ആയുഷിന്റെ സംശയത്തിൽ നോക്കിക്കൊണ്ട് കാത്തു ചോദിച്ചതും എന്ത് പറയണമെന്ന് അറിയാതെ ആയുഷ് പരുങ്ങിയതും അതിൽ നിന്ന് ഏകദേശ കാര്യങ്ങൾ കാത്തുവിന് മനസ്സിലായിരുന്നു. സർ, പറയുന്നതൊന്നും തോന്നരുത്. അവൾക്കിപ്പോൾ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അവൾ വളരെ ഹാപ്പിയുമാണ്. സാറ് വെറുതെ അവളുടെ കാര്യം തിരക്കി അവർക്കിടയിലേക്ക് ചെല്ലണ്ട. എന്നാൽ ഞാൻ പോട്ടെ സാർ, ഇപ്പൊ തന്നെ വൈകി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാർത്ത് അവിടുന്ന് പോയതും ആയുഷ് മുഷ്ടിച്ചോട്ട് ജീപ്പിലേക്ക് ആഞ്ഞടിച്ചു. ഇല്ല ആരുഷി, അവളായ യക്ഷിത് മഹാദേവനൊന്നല്ല. ആർക്കും ഈ ആയുഷ് വിട്ടു കൊടുക്കില്ല. കാർത്ത് പറഞ്ഞതൊക്കെ ആലോചിച്ച് ആയുഷ് ദേഷ്യത്തിലും മുരണ്ടു.